സ്വയം നമ്മൾ തരം താഴ്ത്തുക, അപർഷതാബോധവും പാടില്ല. അപർഷതാബോധം വരുമ്പോൾ നമ്മൾ ദുഃഖം വരുന്നു, ദേഷ്യം വരുന്നു, പിന്നെ നമ്മൾ പല പല ചീത്ത പ്രവൃത്തിയിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ പറയല്. ഇപ്പോൾ യൂണിഫോം സ്കൂളിൽ വെച്ചപ്പോൾ പലർക്കും യൂണിഫോം താല്പര്യമല്ല, ഇഷ്ടമുള്ള വസ്ത്രം ഇടാനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. കുട്ടിയുടെ അമ്മയോടൊന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വസ്ത്രം ഇടാൻ അമ്മ ഒന്ന് കോളേജിൽ പറയണം. ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യമുണ്ട്, ഇത്ര വർഷങ്ങൾ അനേക ആൾക്കാരെ കൊള്ളക്കാരായതും കൊലയാളിയായതും കള്ളന്മാരായതും മാനസിക രോഗിയായതും ഇങ്ങനെയുള്ളവർ ലക്ഷക്കണക്കിന് ആൾക്കാരെ അമ്മ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് വന്നെന്ന് നോക്കുമ്പം ഇപ്പോൾ ഒരു സ്കൂളിൽ വലിയ പണക്കാരൻ്റെ മക്കളും പഠിക്കും. അവരേറ്റവും കൂടിയ ഡ്രസ്സ്, ബ്രാൻഡുള്ള വസ്ത്രമാണ് അവർ ധരിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അത് കാണുമ്പോൾ കുട്ടികൾക്ക് വിഷമം. അപ്പോൾ ഈ ബ്രാൻഡുള്ള വസ്ത്രം ധരിച്ച് അതേ കൂട്ടുകാരെ ഒരു കൂട്ടുകൊടുത്തോളും. അപ്പോൾ പണക്കാരെന്നുള്ളൊരു തട്ടായി. അപ്പോൾ ഇവർ ഒരു പാവത്തങ്ങൾ. അപ്പോൾ ഒരു അപർഷതാബോധം ഇപ്പോൾ അമ്മയുടെ ചെന്ന് കരഞ്ഞ് അമ്മ പലസിക്ക് എടുത്ത് കൊടുത്തു മക്കൾക്ക് വസ്ത്രം. പിന്നെയും അമ്മ എടുത്ത് പറഞ്ഞു അപ്പോൾ അവർക്ക് ബൈക്കുണ്ട്, അമ്മ എനിക്ക് ബൈക്കില്ല, ബൈക്ക് എടുത്ത് കൊടുത്തു. ബ്ലേഡ് പലിശയ്ക്ക് മോനെ സന്തോഷിപ്പിക്കാനാണ്. അങ്ങനെ ബ്ലേഡ് പലിശയ്ക്ക് കൊടുത്ത് സ്വന്തം വീട് വരെ വിൽക്കേണ്ടി വന്നു. മോൻ ഇതൊക്കെ ഇതിൻ്റെ പുറകെ പോയി ഓരോന്നോ ആഗ്രഹത്തിൽ പോയി. പിന്നെ അവൻ പല പല ചീത്ത പ്രവർത്തിക്കും പോയി. ആഗ്രഹം അനുസരിച്ച് അമ്മ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവസാനം മോൻ ശരിക്കും പഠിച്ചതുമില്ല, ഇങ്ങനെയുള്ളതിന് പുറകെ പോയി പഠിത്തവും പൂർത്തിയാക്കിയില്ല, വീടും വിൽക്കേണ്ടി വന്നു. അവസാനം ഒരു അനാഥയപ്പുറ തെരുവിൽ ഇറങ്ങേണ്ടി വന്ന കുടുംബം കണ്ടിട്ടുണ്ട്. രണ്ടാമത് ഈ ചില കുഞ്ഞുങ്ങൾ അപർഷതാബോധം കൊണ്ട് ചിലർ കഞ്ചാവ് വയ്ക്കാൻ പോയി. അത് കഞ്ചാവ് വിറ്റിട്ട് ഈ വസ്ത്രം നല്ല ആഡംബരം പോലെ അവരുടെ കൂടെ പുഴ പിടിച്ച് നിൽക്കാൻ വേണ്ടി കാർ അതുപോലെ വണ്ടി വേണം, പോലീസ് പിടിച്ച് ജയിലിൽ കിടക്കുന്ന പിള്ളേരുണ്ട്. ചോദിച്ചപ്പം ആ കുട്ടികൾ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരന്മാർക്ക് നല്ല കൂടിയ ഡ്രസ്സുണ്ട്, കൂടിയ കാറുണ്ട്, അപ്പോൾ എന്നെ ഒരു തരം താഴ്ന്ന പോലെ എന്നെ തള്ളി. അപ്പോൾ എനിക്ക് ദുഃഖമായി, എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ എനിക്കും അതുപോലെ ആകണമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ലഹരി വിൽക്കാൻ പോയി. അങ്ങനെ ജയിലിൽ കിടക്കുന്നവരുണ്ട്. ചില പിള്ളേർ മോഷ്ടിക്കാൻ പോയപ്പോൾ കയറിയപ്പോൾ വിളിവെച്ചപ്പോൾ വാ തപ്പിപ്പിടിച്ചു, ആൾ മരിച്ചു. അങ്ങനെ ജയിലിൽ കിടക്കുന്ന പിള്ളേരുണ്ട്. മോഷ്ടിച്ച് ഇവരോടത്ത് കാറും വസ്ത്രവും മേടിക്കാനാണ്. അപ്പോൾ അങ്ങനെ ജയിലിൽ കിടക്കുന്നവരുണ്ട്, ഇങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ട്. പിന്നെ അവർക്കൊക്കെ വളരെ ഇതുണ്ട്, എനിക്കൊന്നുമില്ല, അതുകൊണ്ട് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഡിപ്രഷനായ പിള്ളേരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ കണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്കാരത്തെ വളർത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ സ്കൂളിൽ ഒരേ ഡ്രസ്സാകുമ്പോൾ ആരാ പണക്കാർ ആരാ പാവത്തങ്ങൾ തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് ഈ സ്കൂളിൽ ഈ സ്വർണ്ണം ഇടണ്ട, അല്ല ഇന്ന ചെയ്യണ്ട, മുടി ഇന്ന രീതി വെട്ടണം എന്നൊക്കെ പറയുന്നത്, ഒരു നിയമം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമത്വമായ സമയത്ത് ഒരു വിഷമം മറ്റുള്ള അല്പം ഒന്ന് ക്ഷമിച്ച് നീങ്ങിയാൽ മറ്റെത്രയോ പിള്ളേർ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ ചിലതൊക്കെ നമ്മൾ വിചാരിച്ചാൽ അവരെയും ഉദ്ധരിക്കാൻ പറ്റും, താഴ്ത്താതെ ഉദ്ധരിക്കാൻ പറ്റും. മറ്റൊരു താഴ്ത്തു പോവാണ്. ഇപ്പോൾ ജയിൽവാസമായി, തൂക്കിക്കൊല്ലാൻ വിധിയായി, ആ തള്ളയ്ക്ക് അമ്മകളും മോന് നഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് സമൂഹത്തിൽ ദോഷം വരാൻ പാടില്ല. അപ്പം നമ്മൾ സ്വയം ഉദ്ധരിക്കുക. അപ്പം ഇത് മനസ്സിലാക്കി നമ്മൾക്കും സ്വയം ഉദ്ധരിക്കാൻ പറ്റുന്നു, അതോടൊപ്പം മറ്റവനും അവൻ താഴോട്ട് പോകാതെ നിലനിർത്താൻ സാധിക്കുന്നു. അപ്പോൾ കുട്ടികൾ അതങ്ങനെ പറയുമ്പോൾ കുട്ടികൾ പല കുഞ്ഞുങ്ങളിലും പിന്നെ യൂണിഫോം ഇട്ട് മതിയമ്മ പ്രശ്നമില്ല പറഞ്ഞു. ഒരിക്കലും നമ്മളെ മറ്റവനേക്കാളും കുറഞ്ഞവനും ചിന്തിക്കരുത്. കാരണം നമ്മുടെ സനാതനധർമ്മത്തിൽ അദ്വൈതമാണല്ലോ. അമ്മ എപ്പോഴും എടുത്ത് പറയും, 100 കൊടുത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ സൂര്യൻ എന്നല്ലേ ഉള്ളൂ. വെള്ളമുള്ളതുകൊണ്ട് സൂര്യൻ്റെ പ്രതിബിംബം കാണുന്നു, എല്ലാത്തിലും അടങ്ങിയ ആത്മാവ് ഒന്നാണ്. അപ്പോൾ നമ്മൾ താഴ്ത്താൻ പാടില്ല, അവനേക്കാൾ ഉയരത്തിലൊന്നും ചിന്തിക്കേണ്ട. എന്ന് വെച്ചാൽ 500 നോട്ട് കുറയ്ക്കാനും പറ്റിയില്ല, അത് കൂട്ടാനും പറ്റില്ല. വേണേൽ ബുദ്ധി കൊണ്ട് വാദിക്കുക, ഞങ്ങൾ 500 നോട്ട് കൊടുത്ത് ലോട്ടറി എടുത്താൽ ഞങ്ങൾ ലോട്ടറി അടിച്ചാലും ചോദിക്കാം, വാദിക്കാം. ഈ വാദിക്കാൻ പലർക്കും ഉണ്ടാകും. അമ്മ ഒരു എക്സാമ്പിൾ പറയുകയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വയം സൃഷ്ടിച്ച് ദുഃഖിക്കാം, അല്ലെങ്കിൽ എങ്ങനെയും മറ്റവരെ ദ്രോഹിച്ച് നമ്മൾ വിജയിക്കണം. ഈ അപർഷതാബോധം വളർത്തി നരകം പാതാളം എന്നൊക്കെ പറയുന്ന അതാണ്.
ഒരിക്കലും പങ്കു വരാത്ത പാതാളത്തിൽ വീണ് കിടക്കുന്നവരെ കിടക്കുകയാണ്. അവിടെ കിടന്ന് വിളിവയ്ക്കുക, പീഡനം അനുഭവിക്കുക, ചിന്തിച്ച് ചിന്തിച്ച് സൃഷ്ടിച്ച് വീണ് അനുഭവിക്കുക.